സമയത്ത് ഇല്ല, ഞാൻ എന്റെ നാട്ടുഭാഷ സംസാരിക്കും എന്ന് പറയാനുള്ള ഊർജം തരുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പ്രവർത്തകനല്ല, പക്ഷെ ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു ആരാധകനും അതുപോലെ ഒരു അഭ്യുദയകാംക്ഷിയുമാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്താണ് എന്നെ കൊണ്ട് ഒരുപാട് കവിതകൾ, ഒരുപാട് പാട്ടുകൾ എഴുതിച്ചിട്ടുള്ളത്. സാക്ഷരത കാലത്ത് അറിവിന്റെ ആഴക്കടലിൽ നിന്നൊരു നാദമുദിക്കുന്നു, ഉദയത്തിന്റെ പ്രഭാപൂരവുമായി ഉണ്മ വിളിക്കുന്നു എന്ന് എഴുതിയ പാട്ട് എന്നെ കൊണ്ട് എഴുതിച്ചത് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. അങ്ങനെ ഒരുപാട് പാട്ടുകളും ഗാനങ്ങളും ജീവിക്കുവാനുള്ള ഒരു പ്രതീതി ഉണ്ടാക്കി തന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. ഞാൻ ഇപ്പോഴും എവറോടി ബാറ്ററി വാങ്ങാറില്ല. കടക്കാരൻ എവറോടി ബാറ്ററി തരുമ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പൊ അത് ഭോപ്പാൽ ദുരന്തം എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് യൂണിയൻ കാർബൈഡിന്റെ ഈ ഉൽപ്പന്നം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറയും. ഞാനത് വാങ്ങിയില്ലെങ്കിലും തീർച്ചയായും ആ കമ്പനി നിലനിൽക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ, എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ, ചോദ്യങ്ങൾ ഉന്നയിക്കണമെങ്കിൽ, അതിനുള്ളൊരു ധൈര്യം വേണമെങ്കിൽ ഞാനെങ്കിലും ഇത് ഉപയോഗിക്കാതിരിക്കണം. അതിനുള്ള കരുത്ത് തരുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്.